ഇത് ഹിമാൻഷി നർവാൾ. ഇന്ത്യയുടെ ഇന്നത്തെ കണ്ണീർ മുഖമാണ് ഹിമാൻഷിയുടെ ഈ ചിത്രം. ഹണിമൂൺ ആഘോഷിക്കാനെത്തിയ ഹിമാൻഷി ഇന്ന് ശ്രീനഗറിൽ നിന്ന് മടങ്ങുന്നത് ചേതനയറ്റ ഭർത്താവ് വിനയ് നർവാളിന്റെ മൃതദേഹത്തോടൊപ്പമാണ്. ജമ്മുകാശ്മീരിലെ പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ ചൊവ്വാഴ്ചയുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട 26 പേരിൽ ഒരാൾ വിനയ് ആയിരുന്നു. സംഭവത്തിന് ശേഷമുള്ള പരിഭ്രാന്തയായ ഹിമാൻഷിയുടെ വീഡിയോയും വൈറലായി. വീഡിയോയിൽ ഒരു തോക്കുധാരി ഭർത്താവിനോട് മതത്തെക്കുറിച്ച് ചോദിച്ച ശേഷം വെടിവെക്കുകയായിരുന്നുവെന്ന് ഹിമാൻഷി പറയുന്നു. ഏപ്രിൽ 16-നാണ് ഏറെ പ്രതീക്ഷകളോടെ ഹിമാൻഷി വിനയ് നർവാൾ എന്ന കർണാലുകാരനെ വിവാഹം ചെയ്തത്. നേവിയിൽ ലഫ്റ്റനന്റ് കേണലാണ് വിനയ്. 2 വർഷം മുമ്പ് സേനയിൽ ചേർന്ന വിനയ് കൊച്ചി നേവൽ ബേസിലാണ് സേവനമനുഷ്ഠിച്ചിരുന്നത്. ഏപ്രിൽ 19-നായിരുന്നു വിനയ് ഹിമാൻഷി ദമ്പതികളുടെ വിവാഹ സൽക്കാരം. ആദ്യം യൂറോപ്പിൽ ഹണിമൂണിന് പോകാനായിരുന്നു ദമ്പതികൾ തീരുമാനിച്ചത്. എന്നാൽ വിസ പ്രശ്നങ്ങൾ കാരണം അവർ കശ്മീർ തെരഞ്ഞെടുക്കുകയായിരുന്നു. ഏപ്രിൽ 21-ന് ജമ്മു കാശ്മീരിലെത്തിയ അവർ ഏപ്രിൽ 22-ന് പഹൽഗാമിൽ സമയം ചെലവിടുന്നതിനിടെയാണ് ദുരന്തമുണ്ടായത്. രാജ്യത്തെ സേവിക്കാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന മിടുക്കനായ ഒരു യുവാവായിട്ടാണ് കുടുംബാംഗങ്ങളും അയൽക്കാരും ലഫ്റ്റനന്റ് നർവാളിനെ ഓർക്കുന്നത്. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ ഹവാ സിംഗ് BSFിലും ഹരിയാന പോലീസിലും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഹവാ സിംഗിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് വിനയും നേവിയിൽ ചേർന്നത്. വിവാഹ തിരക്കുകൾക്കിടയിലും വിനയ് സംയുക്ത പ്രതിരോധ സേന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നുവെന്നും കുടുംബാംഗങ്ങൾ പറയുന്നു. മെയ് 1-ന് വിനയുടെ 27ാം ജന്മദിനം ആഘോഷിക്കാനും കുടുംബം പദ്ധതിയിട്ടിരുന്നു. തുടർന്ന് ഹിമാൻഷിക്കൊപ്പം മെയ് 3-ന് കൊച്ചിയിലേക്ക് മടങ്ങാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഹിമാൻഷിക്കും കുടുംബാംഗങ്ങൾക്കും തീരാവേദന സമ്മാനിച്ച് വിനയ് മടങ്ങി. നർവാളിന്റെ മരണത്തിൽ ഇന്ത്യൻ നാവികസേന ദുഃഖം രേഖപ്പെടുത്തി. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അനുശോചനം അറിയിച്ചു. ആക്രമണം നടത്തിയവരെ കണ്ടെത്താൻ സുരക്ഷാ സേന തിരച്ചിൽ തുടരുകയാണ്. അടുത്തിടെ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരുന്ന ഈ മേഖലയിലെ സുരക്ഷാ ആശങ്കകൾ ഈ സംഭവം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. मैडम ये जो भीड़ सब है प्रेशर, आप टेंशन मत लो, मेरे पति का बच्चा लो। हम बचा देगा, कोई बात नहीं। भैया तो